SSLC എത്തിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ നേരിടുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നോട്ട് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതാണ്. ഒരുപാട് പേര് ചുറ്റും നിങ്ങളോട് പറയുന്നുണ്ടാവും ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ നോട്ട് എഴുതി പഠിക്കുക എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് നോട്ട് എഴുതേണ്ടത് നിങ്ങൾക്കറിയോ? സോ ഈ ഒരു വീഡിയോ കണ്ടു തീരുന്നതോടുകൂടി എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് നോട്ട് എഴുതേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. സോ ഇപ്പം തന്നെ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഒരു ഹാർട്ട് കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, സോ നിങ്ങളെല്ലാവരും ഇതുവരെ പല നോട്ടുകൾ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, ഇന്ന് മുതൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ നോട്ട് എഴുതി നോക്കുക. നമുക്ക് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ. അപ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ട് തുടങ്ങുന്നതാണ് കുറച്ചും കൂടി നല്ലത് നമ്മൾ ഒരിക്കലും ചെയ്യാത്തതിനേക്കാളും. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് കുറച്ച് സ്റ്റേജസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നല്ല നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് സ്റ്റേജസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തെ പറയുകയാണെങ്കിൽ എന്താണ്, ഗെറ്റ് റെഡി ടു ടേക്ക് നോട്ട്സ്. അപ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ, ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്കൂളിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ എജുപോർട്ടിൻ്റെ ലൈവ് ആയിക്കോട്ടെ, അത് തുടങ്ങുന്നതിന് മുന്നേ, ഓക്കെ, ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ അന്ന് എന്താണ് എടുക്കാൻ പോകുന്നത് നമുക്കറിയാലോ. സോ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിലെന്താണ്, നമ്മൾ പ്രീവിയസ് ക്ലാസ് തൊട്ട് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്സ് ഒന്ന് റിവ്യൂ ചെയ്യാം. എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്, അതൊന്ന് റിവ്യൂ ചെയ്യുക. അതുകൂടാതെ എന്താണ്, എന്തെങ്കിലും അസൈൻമെൻറ്റ്സോ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ മുന്നേ വായിച്ചിട്ട് വരാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അതൊന്ന് നോക്കാം. ആൻഡ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ബ്രിങ് ഓൾ നീഡഡ് മെറ്റീരിയൽസ് ടു ടേക്ക് നോട്ട്സ്. പെന്ന്, പെൻസിൽ, എന്താണോ നിങ്ങൾ കളർ പെൻസിൽസോ കളർ പെന്നോ എന്താ യൂസ് ചെയ്യുന്ന അതൊക്കെ എന്ത് ചെയ്യുക, ഒക്കെ സെറ്റാക്കി വെക്കുക. അപ്പം നമ്മളെ മൈൻഡിലേക്ക് ഒരു സിഗ്നൽ പോകും, നമ്മൾ നോട്ട് എഴുതാൻ പോവാണ്, നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി വിജിലൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് ആദ്യത്തെ സ്റ്റേജ്. ഇനി സ്റ്റേജ് 2, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡ്യൂറിങ് ക്ലാസ്. അപ്പോൾ ഈ സ്റ്റേജ് 2ൽ നിങ്ങൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യുക, ടീച്ചറെ ഫോക്കസ് ചെയ്യുക. അതാണ് നിങ്ങൾ ഏറ്റവും ക്ലാസ്സിൽ ചെയ്യേണ്ടത്. അപ്പോൾ ടീച്ചർ എന്താണ് പറയുന്നത് അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ച ടീച്ചേഴ്സ് ഇങ്ങനെ പറയും, മക്കളെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്, ഇവിടെ ശ്രദ്ധിക്കണേ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറയും അല്ലേ. നോക്കിയേ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, അല്ലെങ്കിൽ റിമെമ്പർ ദാറ്റ്, ഓർമ്മിച്ചോ, ഇത് ഓർമ്മിച്ച് വെച്ചോ എന്ന് പറയും, അല്ലെങ്കിൽ ഇതെന്തായാലും നിങ്ങൾ എക്സാമിന് ഇൻക്ലൂഡ് ചെയ്യണം, ഇങ്ങനെയുള്ള ചില വാക്കുകൾ ടീച്ചേഴ്സ് പറയും. അത് നമ്മളെ ലൈവിലായിക്കോട്ടെ നിങ്ങളെ സ്കൂളിലായിക്കോട്ടെ, ആ വാക്കുകൾ ശ്രദ്ധിക്കുക. അതിനുശേഷം എന്താണ് സെൻറ്റൻസ് വരുന്നത് അത് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെച്ചോ. കാരണം ആ ടീച്ചറുടെ എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും മക്കളെ അത് പറയുന്നുണ്ടാവുക. ഒരുപാട് കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട ആ ഒരു എക്സ്പീരിയൻസിലായിരിക്കും അത് പറയുന്നുണ്ടാവുക. അപ്പോൾ ആ പോർഷൻ എന്തായാലും നിങ്ങളുടെ നോട്ടിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ആൻഡ് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്തേണ്ടപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, റൈറ്റ് ക്വിക്ക്ലി. ഓക്കെ, ക്ലാസ് എഴുതുന്ന നോട്ട് എഴുതുമ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, കറക്റ്റായിട്ട് എല്ലാ ഈസും വാസും ഒക്കെ ഇട്ട് എഴുതാൻ വേണ്ടി നോക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും എത്ര ഷോർട്ടാക്കാൻ പറ്റുമോ അത്രയും ഷോർട്ടാക്കിയിട്ട് വേണം നിങ്ങൾ നോട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ക്വിക്കായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എബ്രിവേഷൻസ് യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്ക് എബ്രിവേഷൻസ് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ICU എന്ന് പറയുന്നത് എന്താണ്, എബ്രിവേഷനാണ് അല്ലേ. അപ്പോൾ അതേപോലെ ATM എന്ന് പറയുന്നതൊക്കെ എബ്രിവേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കുറേ കാലം കേട്ടിട്ടുള്ള പുതിയ വാക്കുകളൊന്നും അങ്ങനെ എബ്രിവേഷൻ എഴുതി വെക്കരുത്. കാരണം നിങ്ങൾക്ക് പിന്നീട് വായിക്കുമ്പോൾ മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കോമൺ ആയിട്ടുള്ള വാക്കുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷോർട്ടാക്കി എബ്രിവേഷൻസ് യൂസ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഷുവർ അല്ല, ഇതിനെപ്പറ്റി എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയണം, എനിക്ക് അത്ര അങ്ങോട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ള ഭാഗത്ത് എന്ത് ചെയ്യുക, സൈഡിൽ പെൻസിൽ കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കാം. ഓക്കെ, അത് ജസ്റ്റ് അത് അവിടെ ഇട്ട് വെക്കാം. ഇതാണ് നമ്മൾ ഡ്യൂറിങ് ക്ലാസ് ചെയ്യേണ്ടത്. ഇനി ആഫ്റ്റർ ക്ലാസ്, ഓക്കെ, നമ്മൾ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെത്തുക, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ആഫ്റ്റർ ക്ലാസ് റീറൈറ്റ് യുവർ നോട്ട്സ്. ഈ നോട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് റീറൈറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ പല കാര്യങ്ങളും എബ്രിവേഷൻസ് ആയിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. സോ അതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യുക. സോ ചേഞ്ച് എബ്രിവേഷൻസ് ടു കംപ്ലീറ്റ് വേർഡ്സ്. കംപ്ലീറ്റ് വേർഡ്സ് ആക്കി എഴുതി വെക്കുക. സിമ്പിൾസ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ വേർഡ്സ് ആക്കിയിട്ട് മാറ്റുക. ചേഞ്ച് ഷോർട്ടർ സെൻറ്റൻസസ് ടു മോർ കംപ്ലീറ്റ് സെൻറ്റൻസ്. കാരണം നിങ്ങൾ ചിലപ്പോൾ അന്ന് പഠിച്ച സാധനം അന്ന് വീട്ടിൽ പോയി നോക്കുമ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, എല്ലാം ഓർമ്മ ഉണ്ടാവും. പക്ഷേ കുറേ കാലം കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. സോ അതിനെ കംപ്ലീറ്റ് സെൻറ്റൻസസ് ആക്കിയിട്ട് മാറ്റി എഴുതുക. ആൻഡ് ആൻസർ എനി ക്വസ്റ്റ്യൻ മാർക്ക്. നിങ്ങളിട്ട് ആ ഒരു സെൽഫ് ഡൗട്ട് തോന്നിയ സ്ഥലത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിനുള്ളത് കറക്റ്റായിട്ട് അവിടെ എഴുതി വെക്കുക. ഈ ഒരു നോട്ട്, ഓക്കെ, ഈ ഒരു ആഫ്റ്റർ ക്ലാസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന നോട്ടായിരിക്കും നിങ്ങളുടെ അസെറ്റ് എന്ന് പറയുന്നത്. കാരണം പെർഫെക്റ്റ് ആയിട്ടുള്ള നോട്ടായിരിക്കും നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്നുണ്ടാവുക. മറ്റേതെന്താണ്, നമ്മൾ ഡ്യൂറിങ് ക്ലാസ് എഴുതുന്നതിന് ലെക്ചർ നോട്ട് എന്നാണ് നമ്മൾ പറയുക. അതെന്താണ്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി, ആ ക്ലാസ്സിൽ എന്തൊക്കെ പഠിപ്പിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുകയാണ്. സോ നിങ്ങൾ മറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ നോട്ടായിരിക്കും എന്ത്, നിങ്ങളുടെ പെർഫെക്റ്റ് നോട്ട് എന്ന് പറയുന്നത്.
ഇതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾക്ക് എക്സാമിന് ഈ ഒരു നോട്ട് മാത്രം പഠിച്ചാൽ മതിയാവും ഈ ഒരു രീതിക്ക് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ. ആൻഡ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് 10 സ്റ്റഡി ഹാബിറ്റ്സ് മിസ് പറഞ്ഞുതരാം. ഒന്ന് എന്താണ്, ഒരു സമയത്ത് തന്നെ കുറേ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കരുത്. പിന്നൊന്ന്, പ്ലാൻ സ്പെസിഫിക് ടൈം ഫോർ സ്റ്റഡി. ഞാൻ ഇന്ന സമയത്താണ് പഠിക്കുന്നത്, ഈ സമയത്ത് ഇന്നതാണ് പഠിക്കുന്നത്, ആ ഒരു പ്ലാനിങ് ഉണ്ടാവുക. ട്രൈ ടു സ്റ്റഡി അറ്റ് ദ സെയിം ടൈം ഈച്ച് ഡേ. നമ്മൾ ഒരു കാര്യം എപ്പോഴും ഒരേ സമയത്ത് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറും. പിന്നെ നമുക്ക് ആ ഒരു സമയത്ത് അത് ചെയ്യാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കൂടി വരികയാണ് ചെയ്യുക. പിന്നെ ഒന്ന്, സെറ്റ് സ്പെസിഫിക് ഗോൾസ്. സ്റ്റഡി ടൈമിന് ഒരു ഗോൾ വെക്കാം. ഞാൻ ഇത്ര നേരം കൊണ്ട് ഇത്ര ചാപ്റ്റർ തീർക്കും, ആ ഒരു ഗോൾ നമ്മൾ അവിടെ വെക്കുക. സ്റ്റാർട്ട് സ്റ്റഡിങ് വെൻ പ്ലാൻഡ്. നമ്മൾ എപ്പോഴാണോ പ്ലാൻ ചെയ്തത് ഇന്ന് ഞാൻ ഇത്ര മണിക്ക് പഠിക്കും, ഇന്നത് പഠിക്കും എന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അപ്പം തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വർക്ക് ഓൺ ദ അസൈൻമെൻറ്റ്സ് ഓഫ് മെറ്റീരിയൽസ് ദാറ്റ് ആർ ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ഫസ്റ്റ്. ഇപ്പോൾ അസൈൻമെൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് ആദ്യം ചെയ്യുക. റിവ്യൂ നോട്ട്സ് ബിഫോർ ബിഗിനിങ് ആൻ അസൈൻമെൻറ്റ്. ഓക്കെ, അതേപോലെ തന്നെ എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ് ഡ്യൂറിങ് സ്റ്റഡി ടൈം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ട്രൈ ടു ക്ലിയർ ഓൾ യുവർ ഡൗട്ട് എസ്ആപ്പ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് പറഞ്ഞു തന്നെ, നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ അതെന്താ അങ്ങനെ എന്ന് തോന്നും. ആ ഡൗട്ടുകൾ വേഗം തന്നെ ക്ലിയർ ചെയ്യുക. കാരണം പിന്നീട് നമ്മൾ ഈ ഡൗട്ട് ഉണ്ടായിരുന്ന കാര്യം തന്നെ നമുക്ക് മറന്നു പോകും. പക്ഷേ എക്സാമിന് ചിലപ്പോൾ അതേ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് അതും കൂടെ കിട്ടിയാൽ ചിലപ്പോൾ ഫുൾ A+ കിട്ടിയേനെ. ആ ഒരു അവസ്ഥ നിങ്ങൾ വരുത്തരുത്. ഓക്കെ, സോ റിവ്യൂ സ്കൂൾ വർക്ക് ഓവർ ദ വീക്കെൻഡ്സ്. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യുക, വീക്കെൻഡ് ആകുമ്പോൾ നിങ്ങൾ ഈ നോട്ട്സ് ഒന്ന് റിവൈസ് ചെയ്ത് സെറ്റാക്കി വെക്കുക. ഓക്കെ, സോ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 ഇത് 3 നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോയിൽ കണ്ട ഈ ഒരു നോട്ട് എഴുതുന്ന ചാലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ചാലഞ്ച് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മക്കളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലെ എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതും കൂടി ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവർക്കും ഫുൾ A+ തന്നെ കിട്ടട്ടെ.